ദൈവത്തിന് തന്ന മാന്യതയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനാ. സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. ചേർന്ന് പാടുമോ? നീയൻ സർവനീതിയും, നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനായ യേശുവേ. ഓ അങ്ങൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. യേശുവേ അങ്ങൻ, ഓ അങ്ങൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. ശബ്ദമുയർത്തി നാം അവനെ ആരാധിക്കാം. ഓ ആരാധിക്കാം യേശു കർത്താവ്. ഇന്ന് പകൽ നമ്മെ സർവം മറന്നവന്റെ സന്നിധിയിൽ ചേർന്ന്, നമ്മെ സർവം മറന്ന് തൻ സന്നിധി മോദമോടെന്ന്, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന് പൂർണ്ണമായ സാന്നിധ്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത്, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാ ആരാധിക്കാം യേശു കർത്താവിനെ. Let us worship him. ആരാധിക്കാം. ഓ ആരാധിക്കാം യേശു കർത്താവിനെ. ഒരിക്കൽ കൂടി നമ്മെ സർവം മറന്ന്, നമ്മെ സർവം മറന്ന് തൻ സന്നിധി മോദമോ. എല്ലാ വേദനകളും മറന്ന് സന്തോഷത്തോടെ ഇത് പകൽ അവന്റെ സന്നിധിയിൽ, ഓ നമ്മെ സർവം മറന്ന് തൻ സന്നിധി ധ്യാനത്തോടെന്ന്, ഓ നമ്മെ സർവം മറന്ന് തൻ സന്നിധി കീർത്തനത്തിനാ ആരാധിക്കാം യേശു കർത്താവിനെ. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ ആരാധിക്കാം യേശു സർവമാനവും മഹത്വവും അവിടുത്തേക്ക് അർപ്പിച്ചുകൊണ്ട് ചേർന്ന് പാടുമോ? ഓ ആരാധിക്കാം യേശു. ഇന്ന് പകൽ നമ്മെ നിറയ്ക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ മധ്യ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തോട് പ്രതികരിച്ചുകൊണ്ട്, ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിച്ചുകൊണ്ട്, come on, come on, feel the presence. ഓ ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധ്യനേ ആരാധ്യനേ
എൻ ജീവനേ, എന്നാത്മനേ, എൻ പ്രിയനേ, നീ മാത്രമേ എൻ ജീവിതേ. ആരാധ്യനേ, ആരാധ്യനേ, എൻ യേശുവേ, എൻ ജീവനേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ജീവിതേ, എന്നാളുമേ എൻ യേശുവേ. ആരാധന, 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 ഓ ആരാധന, 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 ആരാധന. നിനക്കു തുല്യനായി നീ മാത്രമേശുവേ, നീ മാത്രം യേശുവേ. അതുല്യമായ യേശുവിന്റെ നാമത്തിൽ ചേർന്ന് നിനക്കു തുല്യനായി നീ മാത്രമേശുവേ, നീ മാത്രം യേശുവേ. ഓ നിനക്കു തുല്യനായി നീ മാത്രമേശുവേ, നീ മാത്രം, നീ മാത്രം യേശുവേ. നിനക്കു തുല്യനായി നീ മാത്രമേശുവേ, നീ മാത്രം യേശുവേ. ഇന്ന് പകൽ തുല്യം പറയാനാവാത്ത അതുല്യമായ യേശുവിന്റെ നാമത്തെ ഒരിക്കൽ കൂടി ചേർന്നുയർത്താൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഈ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഒരിക്കൽ കൂടി ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ മധ്യേ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽ ഇടം പ്രശ്നമല്ല. അവന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് അരുൾ ചെയ്ത കർത്താവ് കുടുംബത്തിൽ നിങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മധ്യേ ഉണ്ട്. നമ്മളെ വിടുവിക്കുന്ന, നാം ആരാധിക്കുന്ന, നമ്മുടെ ആരാധനാപാത്രമായ ക്രിസ്തു യേശുവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെന്ന് പറയുമ്പോൾ, അതറിയുമ്പോൾ ഇന്ന് പകൽ സന്തോഷത്താൽ ഉള്ളങ്ങൾ നിറയുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് ആധാരമായ ദൈവിക സാന്നിധ്യത്തെ ഇന്ന് പകൽ ഞാനും നിങ്ങളും ചേർന്ന് അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളത്തിൽ ആ നന്ദിയും ആരാധനയും ഒക്കെ ഗാനങ്ങളായി ഇന്ന് പകൽ പുറത്തേക്ക് വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ വേദനകളെ മറക്കാൻ, നമ്മുടെ പ്രതിസന്ധികളെ മറക്കാൻ, അപ്പോൾ തന്നെ നമ്മളെ വിടുവിക്കുന്ന ദൈവിക കരങ്ങളെ അനുഭവിക്കാൻ ഇന്ന് പകൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്ന നിമിഷമാണിത്. ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് കർത്താവിനെ നാം അവന് ചേർന്ന് പാട്ടുപാടാം. ഹല്ലേലൂയ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ചേർന്ന് ഗീതം 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 ജയ ജയ ഗീതം പാടുവിൻ സോദരരേ.
തീർപ്പാൻ അവതരിച്ചിഹെ നരനാ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹെ നരനാ. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ഗീതം നാം ചേർന്ന് ഗീതം ഗീതം ജയ ജയ ഗീതം പാടുമി സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുമി സോദരൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം. ഓ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. ലോകത്തെ അനേകം മഹാന്മാർ ഇന്നും കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങിക്കിടക്കുമ്പോൾ കല്ലറകളെ ഭേദിച്ച് മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഇന്ന് പകൽ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവജനമെല്ലാം അക്കാര്യങ്ങളെ ചേർത്തടിച്ചു. ഓ മരണത്തെ ജയിച്ചവനെ ഇന്ന് പകൽ ചേർന്ന് ഉയർത്തിക്കേ. ഓ we worship you God. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. അതുകൊണ്ട് ഗീതം 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 ജയ ജയ ഗീതം പാടുമി സോദരൻ.
സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അവേ വാഴ്വിൻ നാളെല്ലാം വിണ്ണാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിൻ നാളെല്ലാം വിണ്ണാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം തേടിടുകിൽ വിണ്ണാതിൽ നിന്നെ ഇന്ന് പകലവന്റെ പാദമീടെ. വന്നുടൻ പാദം ചേർത്തിടുകിൽ വിണ്ണാതിൽ നമ്മെ ചേർത്തിടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബല വിശ്വാസത്തോടെ തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും ഘോരക്കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തൻ അടിപ്പിണരാ. ഘോരക്കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി. വിശ്വസിക്കുന്നവർ ചേർന്ന് പാടുമോ? വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. ഓ സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരു ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിടുമേ. നിൻ പേരു ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ ഇന്ന് പകൽ നിന്നെ വിടുവിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ നിത്യതയ്ക്ക് അവകാശിയാക്കി തീർക്കുവാൻ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ രോഗത്തെ മാറ്റുവാൻ, നിന്റെ പാപത്തെ മോചിക്കുവാൻ, നിന്റെ ശാപത്തെ അവൻ അഴിക്കുവാൻ യേശു നിന്നെ വിളിക്കുകയാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ അവന്റെ സന്നിധിയിൽ ചേർന്ന് വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ യേശുവേ 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 യേശുവേ. ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുമോ? ജീസസ് വി വർഷിപ്പ് യു. ഇന്ന് പകൽ നാം പാടിയതുപോലെ സഹോദര സഹോദരി, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ യേശുവിന് ഇഷ്ടമുണ്ട്. നീ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് താല്പര്യമുണ്ട്. ഇന്ന് പകൽ അവന്റെ വിളിക്കൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ, യേശു വിളിക്കുമ്പോൾ അടിയനിതാ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഒന്ന് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ, കൂടെ ഉണ്ടായിരുന്ന 99 വിട്ടേച്ച് കാണാതെ പോയ ഒന്നിനെ തേടി വരുന്ന ഇടയനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓരോ ഇടങ്ങളിലും ആ ഇടയൻ നടന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആടിന്റെ നിലവിളി താൻ കേൾക്കുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഓരോ വട്ടവും ആ ആട് നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേൾക്കുന്ന ദിശയിലേക്ക് വളരെ വേഗത്തിൽ ഓടിയെത്തുന്ന ഇടയൻ ആ ആട് കിടക്കുന്ന ഇടത്ത്, കുരുങ്ങി കിടക്കുന്ന ഇടത്ത് വന്ന് അതിനെ അതിൽ നിന്ന് പുറത്തെടുത്ത് തോളിൽ ചുമന്നുകൊണ്ട് തിരികെ പോകുന്ന ഒരു ഇടയൻ. അങ്ങനെയെങ്കിൽ ഈ കർത്താവിന്റെ അടുക്കലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, വിടുവിക്കുന്ന, നിങ്ങളെ രക്ഷിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്ന യേശു
നിങ്ങളെ ഒന്ന് തൊടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ അവൻ ശക്തനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം അത് തന്നെ വായിക്കുന്നു. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ നിന്നോടുകൂടെയും അവൻ അത്താഴം കഴിക്കുമെന്ന് തിരുവചനം പറയുമ്പോൾ ഒന്ന് വിശ്വസിച്ചേ, യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുന്ന ശബ്ദം ഇന്ന് പകൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ വിഷയത്തിൽ ഇടപെട്ട് മറ്റാരും നിന്റെ വിഷയത്തിൽ താല്പര്യം കാണിക്കുന്നതിനേക്കാൾ അധികം താല്പര്യം ഇന്ന് പകൽ യേശുവിനുണ്ട്. നിന്റെ ജീവിതത്തിൽ ആരും മുൻകൈ എടുക്കുന്നതിനെക്കാട്ടിലും ആദ്യം നിന്നെ വിടുവിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നിന്റെ ജീവിതത്തിൽ പുതുവഴികളെ തുറക്കുവാൻ യേശു മുൻകൈ എടുക്കും. യെസ്, ഞാൻ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ യേശുവേ, ജീസസ്, സന്നിധിയിൽ വസിച്ചോട്ടെ, ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ, നിൻ സന്നിധിയിൽ വസിച്ചോട്ടെ, ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേറും ആ പൊന്മുഖമൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയം, മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയം, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേറും നിൻ മുഖമൻ ഹൃദയത്തിനാനന്ദമേ, തേജസ്സേറും നിൻ മുഖമൻ ഹൃദയത്തിനാനന്ദമേ, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു, താതൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാറോടു ചേർത്തണച്ചു. എന്റെ യേശുവിന്റെ തിരുക്കരം, താതൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാറോടു ചേർത്തണച്ചു, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. നാം ചേർന്നവനെ അങ്ങേ ഞാൻ സ്തുതിച്ചിടും,
ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെപ്പറ്റി നാം പാടുകയും ശ്രവിക്കുകയും ഉള്ളത്തിൽ കൂടെ നാം കർത്താവിന് നന്ദി കരയുകയും ചെയ്യുകയായിരുന്നല്ലോ. ഏത് സാഹചര്യത്തിലും നമ്മളോട് കൂടെ നിൽക്കുന്ന, നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന, സർവ നന്മകളുടെയും സർവദാനങ്ങളുടെയും ഉറവിടമാകുന്ന കർത്താവിനെ നാം പുകഴ്ത്തുകയായിരുന്നു. കേവലം വാക്കുകൾ കൊണ്ട് ഒതുക്കാവുന്നൊരു സ്നേഹമല്ല നമുക്ക് കർത്താവിനോടുള്ളത്, മറിച്ച് ജീവൻ തന്ന് സ്നേഹിച്ച ആ നല്ല കർത്താവിനെ ഉള്ളം തുറന്ന് ആരാധിക്കാൻ ദൈവം തന്ന സാവകാശത്തിൽ ഉള്ളം തുറന്നപ്പാ നന്ദി എന്ന് പറയാൻ ദൈവം തന്ന സാവകാശത്തിന് സ്തോത്രത്തോടെ എന്ന് കർത്താവിന് നന്ദി കരയറ്റിയാണ്. എല്ലാ കുറവുകളെ മനസ്സിലാക്കി നമ്മളെ സ്നേഹിച്ച ഒരു നല്ല പിതാവ്, നല്ലത് കായ്ക്കാത്തപ്പോഴും വെട്ടിക്കളയാതെ നമ്മളെ സ്നേഹിച്ച ഒരു നല്ല പിതാവ്, ആ നല്ല പിതാവിന്റെ അടുത്തേക്ക് ഒന്ന് ഓടിച്ചെല്ലാം. തിരുവചനം പറയുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തനോട് കരുണ തോന്നുന്നു. കുറവുള്ള നമ്മെ സ്നേഹിച്ച ആ നല്ല നാഥനെ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. ജീവനതുല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ അരുമനാഥനെ, കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടെ, ദൈവത്തിൻ കുഞ്ഞാടെ. പാടാം. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടെ, ദൈവത്തിൻ കുഞ്ഞാടെ. നിന്ത്യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. നിന്ത്യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. സർവസ്തുതിയും ചേർന്ന് പാടും. സ്തോത്രവും ബലവും അങ്ങേക്ക്, സർവസ്തുതിയും സ്തോത്രവും ബലവും അങ്ങേക്ക്, ബലവും അങ്ങേക്ക്. ചേർന്ന് പാടാൻ. സർവസ്തുതിയും സർവസ്തുതിയും സ്തോത്രം സ്തോത്രവും ബലവും അങ്ങേക്ക്. സർവസ്തുതിയും സർവസ്തുതിയും സ്തോത്രവും ബലവും ബലവും അങ്ങേക്ക്. പാടാം. കുറവുള്ള എനിക്കായി കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടെ, ദൈവത്തിൻ കുഞ്ഞാടെ. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടെ, ദൈവത്തിൻ കുഞ്ഞാടെ. നിത്യാഗമാണ് നിന്ത്യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. നിത്യാഗം നിന്ത്യാഗമാണെന്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെന്റെ വീണ്ടെടുപ്പ്. സർവ
മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. പാടിയാണ് എല്ലാ മുട്ടും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങുന്ന നാമം, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും. എല്ലാ മുട്ടും മടങ്ങും, തീരാത്ത വ്യാധികളുടെ മുട്ടുകൾ മടങ്ങും. ഈ ആരാധനയിൽ സർവ്വ മുട്ടുകൾ മടങ്ങും. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശു, യേശു മാത്രം കർത്താവ്. പറഞ്ഞേ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവ്. എല്ലാ മേന്മകളും കണ്ട് സ്നേഹിച്ചൊരു കർത്താവിനെയല്ല നാം ഈ പകലിൽ ആരാധിക്കുന്നത്. സർവ്വക്കുറവുകളും ഉള്ളപ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. ഈ കർത്താവിനോട് നമുക്ക് തോന്നുന്ന സ്നേഹം യഥാർത്ഥത്തിൽ ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു മകന് തൻ്റെ പിതാവിനോട് തോന്നുന്ന സ്നേഹമാണ് നമുക്ക് നമ്മുടെ കർത്താവിനോട് തോന്നുന്നത്. ഏത് തരത്തിലുള്ള സ്നേഹമെന്നറിയാമോ? പഴയ നിയമത്തിലെ സ്നേഹത്തെ നമുക്കൊരു ചെറിയൊരു വേദഭാഗത്തിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. യാക്കോബ് തൻ്റെ സ്വപ്നം, യോസഫ് തൻ്റെ സ്വപ്നം യാക്കോബിനോട് പറയുമ്പം യാക്കോബിനത് മനസ്സിലാക്കാൻ പറ്റാതെ യോസഫിനെ വഴക്ക് പറയുന്ന ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും. യാക്കോബിന്റെ തൻ്റെ മകന്റെ സ്വപ്നം മനസ്സിലാക്കാതെ യാക്കോബ് യോസഫിനെ വഴക്ക് പറയുന്നൊരു സീനുണ്ട് ബൈബിളിൽ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ അമ്മയും നിന്റെ അപ്പനും നിന്റെ സഹോദരന്മാരും നിന്നെ വണങ്ങുന്നു എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അതാണോ നിന്റെ സ്വപ്നം? മകന്റെ സ്വപ്നത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരപ്പൻ. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ സകലതും മുടിച്ചു കളഞ്ഞ് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്നൊരപ്പൻ, പരിഹാസം ചൊല്ലുന്ന ശത്രുക്കൾ ഉള്ളപ്പോൾ തന്നെയും അതിൻ്റെ മുൻപിൽ നമ്മളെ ഒരു നാളും തള്ളിക്കളയാതെ നമ്മളെ സന്തോഷത്തോടെ കൈപിടിച്ച് നടത്തി നമ്മുടെ തല ഉയർത്തുന്നൊരപ്പൻ. പുതിയ നിയമത്തിലെ അപ്പൻ ഇതാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ഇന്ന് പകലിൽ നമ്മുടെ കുറവുകൾ കണ്ടിട്ട് നമ്മളെ തള്ളിക്കളയുന്ന ഒരപ്പനെ അല്ല നാം യഥാർത്ഥമായി സ്നേഹിക്കുന്നത്, ആരാധിക്കുന്നത്. നാം ആരാധിക്കുന്നത് യഥാർത്ഥമായി നമ്മളെ മനസ്സിലാക്കുന്ന ഒരപ്പനെയാണ്. കഴിവതും എല്ലാ കരങ്ങളും ഒന്ന് ചേർത്തടിച്ച് സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ, ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ,
വിശ്വാസത്തോടെ നമുക്ക് പറയാം, ഏത് ശത്രു എനിക്കെതിരെ തിരിഞ്ഞാലും അവിടെ മാറ്റം കൂടാതെ എന്നെ ഉറപ്പിക്കുന്ന നല്ല സ്നേഹത്തിലുടമയാണ് എന്റെ പിതാവ്. അക്കരമെല്ലാം ചേർത്തുകൊണ്ട് ഉന്നതന ആരാധനകളിലേക്ക് ചേർന്ന് പാടി ആരാധിക്കാൻ നല്ല കർത്താവ്. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ഇന്നു സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരി. ഒരിക്കൽ കൂടെ പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ഇന്നു സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഓ കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിലൻ വേറുന്ന യേശു പോരായും, നല്ല പെറ്റമ്മയിലൻ വേറുന്ന യേശു പോരായും. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ പറഞ്ഞേ, കൂട്ടുകാരിൽ, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന, ഇന്നും കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിലൻ വേറുന്ന യേശു പോരായും, നല്ല പെറ്റമ്മയിലൻ വേറുന്ന യേശു പോരായും. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പറഞ്ഞേ, മാറാത്ത മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ, അതിലാശ്രയിച്ചു പാരിടത്തിൽ. ഒരിക്കൽ കൂടെ മാറാത്ത വാഗ്ദത്തം, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും, അതിലാശ്രയിച്ചു പാരിടത്തിൽ. പറഞ്ഞേ, ക്രിസ്ത്യ ജീവിതം, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പറഞ്ഞേ, ക്രിസ്ത്യ ജീവിതം, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം, ക്രിസ്തീയ ജീവിതം പോലെ, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം. പറയാമോ, കഷ്ടതയും കഷ്ടതയും പട്ടിണിയും വേറിടും നേരം, കഷ്ടതയും പട്ടിണിയും വേറിടും നേരം മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ പറയാമോ, പരിഹാസം, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ ഇന്നും സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ഇന്നും സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം. പറഞ്ഞേ, ഇതുപോലൊരു ഭാഗ്യമില്ല, ഭാഗ്യം പാരിൽ. പറഞ്ഞ്, മാറാത്ത മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും